നമുക്ക് എങ്ങനെയാണ് ഷാർപ്പ് എഡ്ജ് വരുത്തുന്നതെന്ന് ഒന്ന് നോക്കിയാലോ. അത്യാവശ്യം നന്നായിട്ട് ഓർബിറ്റ് ആയിട്ടുള്ള ഒരു ക്രീമായിരുന്നു ഇത്. ഈ ഒരു ക്രീം വെച്ച് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ കുറച്ചൊന്ന് ഓർബിറ്റ് ആയിട്ടുള്ള ക്രീം എടുത്തത്. അപ്പോൾ ഞാൻ ഈ ഒരു ക്രീമിലേക്ക് ലൈറ്റ് ആയിട്ട് ഓറഞ്ച് ഷെയ്ഡ് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ അപ്പോൾ ഇതുപോലെ നല്ല ലൈറ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ക്രീം കിട്ടും. ഈ ഒരു ക്രീം നമ്മൾ ക്രം കോട്ട് ചെയ്ത കേക്കിന് മുകളിലും സൈഡിലുമായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഐസിംഗ് നൈഫ് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം എക്സസ് ആയിട്ട് വരുന്ന ക്രീം ഇതേപോലെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് സൈഡ് ഫിനിഷ് ചെയ്യുക. എന്നിട്ട് മുകളിലോട്ട് എക്സസ് ആയിട്ട് വരുന്ന ക്രീം മാറ്റി കൊടുക്കുക. വീണ്ടും ഒരു തിന്നായിട്ടുള്ള സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് ഒന്നുകൂടി ഫിനിഷ് ചെയ്ത് കൊടുത്ത് മുകളിൽ നിന്ന് എക്സസ് ആയിട്ട് വരുന്ന ക്രീം മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആൻഡ് ഷാർപ്പ് എഡ്ജിൽ നമുക്ക് കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. കേക്ക് നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യുന്നതിന് മുമ്പ് ക്രം കോട്ട് ചെയ്തതിന് ശേഷം അത്യാവശ്യം നന്നായിട്ട് കൂളായതിനു ശേഷം മാത്രം ഫൈനൽ കോട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ഒരു കേക്കിലേക്ക് നമ്മൾ പിന്നെ ഗണാഷ് ട്രിപ്പിങ്ങും അതേപോലെ ഷെൽ നോസിൽ കൊണ്ടുള്ള ഒരു ഡിസൈനും കൊടുത്ത് റൈറ്റിംഗ്സും കൊടുത്ത് കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ ഒരു 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കിന്റെ ഓർഡർ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു ഉച്ചയ്ക്ക് 12:30 ആയപ്പോഴാണ് എനിക്ക് കേക്ക് അവർ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്ത സമയം തന്നെ ഞാൻ എന്ത് ചെയ്തു, കേക്ക് ബേക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് രാത്രി ഒരു ഇശാ നമസ്കാരത്തിന് ശേഷം ഞാൻ കേക്കൊക്കെ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 8:40 ആയപ്പോഴത്തേക്ക് അവർ മെസ്സേജ് അയക്കുന്നു, കേക്ക് വേണ്ട, കേക്കിന്റെ ഓർഡർ നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണെന്ന്. അപ്പോൾ ഞാൻ അഡ്വാൻസ് പേയ്മെന്റ് ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ഈ കൊച്ചിനെ കൊണ്ട് ഞാൻ വേറൊരു വർക്ക് ചെയ്യിപ്പിച്ചതുകൊണ്ട് ആ ഒരു പരിചയം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. വാക്കിന് വിലയില്ലെങ്കിലും കുട്ടി മനഃപൂർവ്വം ചെയ്തതല്ലാത്തത് കൊണ്ടും പിന്നെ നമ്മൾ ആഹാര സാധനങ്ങൾ വേസ്റ്റ് ചെയ്യുന്നത് ശരിയല്ലാത്തതുകൊണ്ടും കേക്ക് ഞങ്ങൾ കട്ട് ചെയ്ത് കഴിച്ചു. അപ്പോൾ നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.